നമസ്കാരം, ആനുകാലികത്തിലേക്ക് സ്വാഗതം. സർ നമസ്കാരം. സർ, നമ്മുടെ തെരഞ്ഞെടുപ്പ് തീയതിയൊക്കെ പ്രഖ്യാപിച്ചു. ഇനി ഏപ്രിൽ 9, ഇനി ആകെ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണുള്ളത്. ഏതായാലും LDF വളരെ വേഗത്തിലുള്ളൊരു നീക്കമാണ് നടത്തിയത്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാനാർത്ഥികളെ തീയതി പ്രഖ്യാപിക്കുന്നു. അതിന് തൊട്ട് പിന്നാലെ തന്നെ സ്ഥാനാർത്ഥികളെ പട്ടിക അങ്ങ് വായിച്ചുകൊണ്ട് ആ സ്ഥാനാർത്ഥികളുമായിട്ട് റോഡ് ഷോയൊക്കെ തന്നെയാണ് CPM നടത്തിയത്. വളരെ 1 മണിക്കൂറിനുള്ളിൽ അവരെല്ലാം പ്ലാനും തയ്യാറാക്കി വെച്ചേക്കുമായിരുന്നു. അതുപോലെ അത് നടപ്പിലാക്കുകയും ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞിട്ടും ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് പല സ്ഥലങ്ങളിലും, ഇപ്പോൾ കണ്ണൂരിലടക്കം ചില അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ കണ്ണൂർ തളിപ്പറമ്പിൽ അവിടുത്തെ സ്ഥാനാർത്ഥി, നമുക്കറിയാം പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ്റെ ഭാര്യയാണ്. ആ ഒരു സ്ഥാനാർത്ഥി ആയതിനെ ചൊല്ലി ഇപ്പോൾ വലിയ രീതിയിൽ പാർട്ടിക്കിടയിൽ തന്നെ ചില പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ മുന്നണികളിലും ഉള്ളതുപോലെ തന്നെയാണ് ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടും CPM-നും ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ കണ്ണൂരിലെ ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതെ, കണ്ണൂരിൽ മാത്രമല്ലല്ലോ. കണ്ണൂർ അതിന്റെ ഒരു കേന്ദ്ര ബിന്ദുവായിരുന്നു മാത്രമേ ഉള്ളൂ. കണ്ണൂരെ സംബന്ധിച്ചിടത്തോളം മാർക്സിസ്റ്റ് പാർട്ടി ഒരുപാട് അമ്മമാരെ കണ്ണീര് കുടിപ്പിച്ച സ്ഥലമാണ്. അവിടെ ഇപ്പോൾ അവരെ തിരിച്ചടിക്കുന്നു ആ അമ്മമാരുടെ ആത്മാക്കൾ എന്ന് വേണം നമുക്ക് ധരിക്കാൻ. ഒരുപാട് മക്കളുടെ ചോര വീണ് കുതിർന്ന കണ്ണൂരിലെ മണ്ണിലെ അമ്മമാരുടെ കണ്ണീരിന്റെ ഫലം ഉണ്ടാകുന്നു. പാർട്ടി ഗ്രാമങ്ങൾ എന്ന് പറയുന്ന അതിശക്തമായ ദുർഗങ്ങൾ കെട്ടി ഉയർത്തി CPM-നെ അവിടെ അപ്രതിരോധ്യമായി നിർത്തിക്കൊണ്ട് ഏറ്റവും ഒടുവിൽ നടന്ന SIR-ൽ പോലും പാർട്ടി ഗ്രാമങ്ങളിൽ വന്ന് ഞങ്ങളുടെ പാർട്ടിയിൽ മരിച്ചവരെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നവരുടെ വോട്ടധികാരം ഇല്ല എന്ന് എഴുതി കഴിഞ്ഞാൽ നിന്നെ ഞങ്ങൾ തീർക്കും എന്നാണ് ആ ബൂത്ത് ലെവൽ ഓഫീസറോട് പാർട്ടി പറഞ്ഞത്. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. അതുപോലെ തന്നെ PP ദിവ്യ എന്ന് പറയുന്ന അവരുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, പാവപ്പെട്ട നവീൻ ബാബു, അദ്ദേഹത്തിന്റെ കൊലപാതകത്തിന് തേജോവധത്തിലൂടെയും അല്ലാതെ അവരുടെ ബിനാമി ഏർപ്പാടുകളിലൂടെയും ഉത്തരവാദിയായി. ആ കേസ് കംപ്ലീറ്റ് അല്ല, പൂർണ്ണമായിട്ടില്ല. ഇനിയും കേസ് നടത്തണം, അത് റീഓപ്പൺ ചെയ്യണമെന്ന് സെഷൻസ് കോടതി പറഞ്ഞത് നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ഇന്നാണ്. അപ്പോൾ ആ ദുർഭൂതങ്ങളെല്ലാം കൂടെ ചേർന്ന് CPM-നെ വേട്ടയാടുകയാണ്. ഇവിടെ KT ഗോവിന്ദനിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പ്രതിഭാസമല്ലിത്. അപ്പുറത്ത് പാലക്കാട് ജില്ലയിലെ KT ശശിയുണ്ട്. അതുപോലെ ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ E സുധാകരനുണ്ട്. ഇനി സഖ്യകക്ഷികളുടെ കാര്യം പറഞ്ഞാൽ CPM-ൽ ഇതുവരെ സംഭവിക്കാത്തതുപോലൊരു പൊട്ടിത്തെറി നാട്ടികയിലുണ്ടായിരിക്കുന്നു. അവിടുത്തെ സിറ്റിംഗ് MLA ആയിട്ടുള്ള CC മുകുന്ദൻ തന്നെ പാർട്ടിയോട് വിട പറഞ്ഞ് സലാം ചൊല്ലി ബിനോയ് വിശ്വത്തെ വെല്ലുവിളിച്ചിരിക്കുന്നു. നാട്ടികയിലെ ഗീത ഗോപി എന്ന സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് പേയ്മെന്റ് സീറ്റാണ് എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതുകൂടാതെ കൊല്ലം ജില്ലയിലെ ബാബു ദിവാകരൻ, പ്രസിദ്ധനായിട്ടുള്ള മന്ത്രി, RSPയുടെ നേതാവ് TK ദിവാകരൻ എന്ന പ്രശസ്തന്റെ മകൻ അവിടെ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. ഇങ്ങനെയുള്ള അട്ടിമറികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ CPM-ലോ CPI-ലോ ഇത്തരം അട്ടിമറികളോ പൊട്ടിത്തെറികളോ ഉണ്ടാവാറില്ല. അതിനവർ പറയുന്ന കാരണം പാർലമെന്ററി വ്യാമോഹത്തിന്റെ ജീർണത ഞങ്ങളെ ബാധിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ ഈ പൊട്ടിത്തെറികളുടെ അർത്ഥം അവരുടെ തന്നെ ഭാഷയിലും വ്യാഖ്യാനത്തിലും പറയുമ്പോൾ പാർലമെന്ററി വ്യാമോഹവും അതുപോലെ മുതലാളിത്ത ജീർണതയും അവരുടെ പാർട്ടിയെയും ഗ്രസിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു വലിയ അപജയത്തിലാണ് പാർട്ടി. ഇന്ന് പാർട്ടിക്കാർ പോലും അത്ഭുതപ്പെട്ട് നിശ്ചലരായിട്ട് നിൽക്കുകയാണ്. ഇതെന്തൊക്കെയാണ് ഈ പാർട്ടിക്ക് സംഭവിക്കുന്നത്? അത് സംഭവിക്കുന്നതല്ല, സംഭവിപ്പിക്കുന്നതാണ്. അതായത് സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യയെ തന്നെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുമ്പോൾ സംശയം ജനങ്ങളിലുണ്ടാവും, പാർട്ടി അണികളിലും ഉണ്ടാവും. ഇതുപോലെ തന്നെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഷൊർണൂറിൽ നിന്ന് ബിന്ദുവിന്റെ സ്ഥാനാർത്ഥിത്വം. ഇപ്പൊ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. അതിലെല്ലാം തന്നിഷ്ടവും പക്ഷപാതവും അതുപോലെ തന്നെ നെപ്പോട്ടിസം എന്ന് പറയുന്ന സ്വജനപക്ഷപാതവും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത് നമ്മുടെ സ്പീക്കർ ഭംഗിയായിട്ട് കാര്യങ്ങൾ
അസംബ്ലിയിൽ നിർവഹിച്ച സ്പീക്കർ ഇപ്പൊ ചിത്രത്തിലേ ഇല്ല. അതെ. അതേസമയം മുഹമ്മദ് റിയാസ് ബേപ്പൂരിലുണ്ട്. ബേപ്പൂരിൽ എന്ന് പറഞ്ഞാൽ അവരുടെ ഷുവർ സീറ്റാണ്. അതെ. അപ്പൊ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യോഗ്യതയുള്ള ഏറ്റവും ജനപ്രിയയായ റേറ്റിംഗിലും സർവേയിലും ഏറ്റവും മുഖ്യമന്ത്രിയെക്കാളും മുകളിൽ നിൽക്കുന്ന ശൈലജ ടീച്ചറെ പേരാവൂർ എന്ന് പറയുന്ന തടവറയിലിട്ട് തോൽപ്പിക്കാൻ ശ്രമിക്കും. അപ്പൊ ഇതിന്റെ എല്ലാം അർത്ഥം എന്താണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മരുമകനിസം എന്നായിരിക്കും. മറ്റൊരർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അല്ല, കമ്മ്യൂണിസ്റ്റ് പിണറായി ഓഫ് ഇന്ത്യ. പിണറായിയിൽ മാത്രം ഒതുങ്ങുന്ന, പിണറായിയുടെ ആഗ്രഹ അഭിലാഷങ്ങൾക്കനുസരിച്ച് മാത്രം ചലിക്കുന്ന, ജീവിക്കുന്ന, പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയായിട്ട് ഇത് പരിണമിച്ചിരിക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് ഈ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നത്. മാർക്സിസ്റ്റ് പാർട്ടി ആയതുകൊണ്ടാണ് ഈ പൊട്ടിത്തെറികളുടെ രൂക്ഷത അല്ലെങ്കിൽ തീവ്രത ഇത്രമാത്രം കുറഞ്ഞിരിക്കുന്നത്. കാരണം കേഡർ പാർട്ടിയാണ്. കാരണം TP ചന്ദ്രശേഖരന് സംഭവിച്ചതുപോലെ എപ്പോഴാണ് ഇന്നോവ കാർ വന്ന് നിൽക്കുക എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ആ പേടിയില്ലാത്തവർ മാത്രമാണ് പുറത്തു പോയിട്ടുള്ളത്. പേടിയുള്ളവരെല്ലാം സഹിച്ചുകൊണ്ടും അതുപോലെ തന്നെ വേദനിച്ചുകൊണ്ടും മനസ്സിനെ മതിച്ചുകൊണ്ടും പാർട്ടിക്കുള്ളിൽ തന്നെ ഇപ്പോഴുണ്ട്. പക്ഷേ ഒരു വലിയ പക്ഷേയുണ്ട്, അവർ പോലും ഈ പാർട്ടിക്ക് വോട്ട് ചെയ്യുമോ എന്നുള്ളത് വളരെ സംശയകരമാണ്. അത്തരം ഒരു സുവർണാവസരമാണ് കോൺഗ്രസിന് ലഭിച്ചിട്ടെങ്കിലും കോൺഗ്രസ് ഈ കാര്യം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നു എന്നുള്ളത് സംശയമാണ്. ആ സതീശന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് തന്നെ സുധാകര വിരോധമാണ്. സുധാകരനെ എങ്ങനെങ്കിലും ഒന്ന് പുറത്താക്കുക എന്നുള്ളതാണ്. വിജയിക്കുകയോ അല്ലെങ്കിൽ CPM-നെ തോൽപ്പിക്കുകയോ എന്നുള്ളതിനേക്കാൾ അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഒരുപക്ഷെ പിണറായി വിജയനേക്കാൾ അദ്ദേഹത്തിന് കടുത്ത വൈരാഗ്യം തോന്നുന്നത് പാവപ്പെട്ട സുധാകരനോട്. പാർട്ടിക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് മരണത്തിൽ നിന്ന് വളരെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ട ഒരു ചരിത്രമാണുള്ളത് അദ്ദേഹത്തിന്. അദ്ദേഹത്തിന്റെ ഒരു ഡോക്യുമെന്ററി ഇവർ നടത്തിയ അഗ്നിജ്വാല എന്ന് പറയുന്ന ഒരു സമരം, അഗ്നിജ്വാല എന്ന് പറയുന്ന ഒരു സമരത്തില് അവരെ കാണിക്കാൻ വേണ്ടി, ജനങ്ങളെ വീഡിയോ രംഗത്തിൽ കൊണ്ടുപോയി കാണിക്കാൻ വേണ്ടി, CPM ഗുജറാത്ത് കലാപം കാണിച്ചതുപോലെ കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാം തയ്യാറാക്കി. കാരണം ഒന്നാം തരം ഡോക്യുമെന്ററി, ഞാനത് കണ്ടു. എന്ത് ചെയ്തു? സമരാഗ്നി എന്നാണ് ആ സമരത്തിന്റെ പേര്. 2024 ഫെബ്രുവരിയില് നടന്ന സമരത്തിന്റെ ഭാഗമായിട്ട് കാണിക്കാൻ VD സതീശൻ അത് വെട്ടി നിർത്തി. അവിടെ സുധാകരൻ ഒരു മേൽക്കൈ കിട്ടുമെന്ന് കണ്ടപ്പോൾ അദ്ദേഹം അത് വേണ്ടെന്ന് വെച്ച് ഉപേക്ഷിച്ചു. നല്ല ഒന്നാം തരം പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്ററി അത് നശിപ്പിച്ചു. കോൺഗ്രസിനെ കണ്ണൂരിൽ കിട്ടാവുന്ന ആ മേൽക്കോയ്മ അല്ലെങ്കിൽ നേട്ടം കൊയ്ത് കളഞ്ഞ പാർട്ടി വിരോധി എന്ന് സംശയിക്കാവുന്ന, പാർട്ടിയെ ഒറ്റുകൊടുക്കുന്നവനെന്ന് സംശയിക്കുന്ന ഒരാളാണ് ഈ പ്രതിപക്ഷ നേതാവ്. അങ്ങനെ ഒരാളുടെ കൈകളിലാണ് ഇപ്പൊ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയെല്ലാം വന്നിരിക്കുന്നത്. ഇതിനോടൊക്കെ സാർ കണ്ണൂരിലൊക്കെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു K. സുധാകരൻ. കണ്ണൂർ എന്നാൽ KS എന്ന് പറഞ്ഞുകൊണ്ട് പലയിടത്തും ഫ്ലെക്സുകളും ഒക്കെ പൊന്തിക്കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിച്ചത്. പാർട്ടിക്ക് ഇപ്പോ ജീവിച്ചിരിക്കുന്നതിൽ ഒരു നട്ടലുള്ള നേതാവ് അദ്ദേഹം മാത്രമാണ്. ഞാനൊരു പാർട്ടിക്കാരനല്ല, കോൺഗ്രസിനെ എപ്പോഴും എതിർത്ത് പോന്നിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ് എന്റേത്. കോൺഗ്രസിന്റെ പല നിലപാടുകൾ എതിർത്ത്. പക്ഷെ സുധാകരൻ എന്ന് പറയുമ്പോൾ ഞാൻ നേരിട്ട് അഭിമുഖം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. എനിക്കറിയാം സുധാകരന് കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ ഇപ്പോഴും ഈ പ്രായത്തിലും കഴിയുന്ന, പൂർവാധിക ശക്തിയായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരാളാണ്. ത്യാഗ ഉജ്ജ്വലമായിട്ടുള്ള പ്രവർത്തന ട്രജക്ടറിയാണ് അദ്ദേഹത്തിനുള്ളത്. ആ ത്യാഗ മനോഭാവം കൊണ്ട് തന്നെ പ്രായവും രോഗവും ഭാവിക്കാതെ പാർട്ടിക്ക് വേണ്ടി പോരാടി പിണറായിയെ തോൽപ്പിക്കാനുള്ള ചങ്കൂറ്റം ഇന്ന് ഇപ്പൊ VD സതീശനോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ അടൂർ പ്രകാശോ അല്ലെങ്കിൽ സണ്ണി ജോസഫ് തീരെ പോരാ, അതിന് അയോഗ്യരാണ്. അതിന് യോഗ്യതയുള്ള ഒരേ ഒരാൾ കേരളത്തിന്റെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള നേതാവായിട്ടുള്ള സുധാകരൻ തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കേന്ദ്ര നേതൃത്വത്തിനെ ആ തിമിരം ബാധിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അവര് തിരിച്ചറിയാത്തത്. കേരളത്തിൽ സതീശനെ തിമിരം ബാധിച്ചിരിക്കുകയല്ല, മറിച്ച് അദ്ദേഹത്തിനെ വൈരാഗ്യം ബാധിച്ചിരിക്കുന്നു. ആ വൈരാഗ്യം കൊണ്ട് സുധാകരനെ വെട്ടിയൊതുക്കുക എന്നുള്ളൊരു കൃത്യമാണ് അദ്ദേഹം നിർവഹിക്കുന്നത്. പണ്ട് പിണറായി വിജയൻ VS അച്യുതാനന്ദന്റെയും അദ്ദേഹത്തിന്റെ ക്യാമ്പിലെ ആളുകളെയും എങ്ങനെ വേട്ടയാടി ഒതുക്കി തന്റെ ഔദ്യോഗിക പക്ഷം സ്ഥാപിച്ചോ അതുപോലെ ഒരു സ്ഥാപനമാണ് ഇപ്പോൾ VD സതീശൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർക്ക് യാതൊരു വിധമായിട്ടുള്ള സംശയങ്ങളും ബാക്കി നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ പഠിക്ക കൊണ്ടിട്ട് കുടമുടയ്ക്കുന്നത്
ഈ ഇ ഡി സതീശൻ തന്നെയാണ് എന്ന് നിഗമനത്തിൽ നിഷ്പക്ഷമായിട്ട് പക്ഷപാതരഹിതമായിട്ട് ചിന്തിക്കുന്ന എവർക്കും കരുതേണ്ടതായിട്ട് വരുന്നുണ്ട്. സാർ ഇപ്പോൾ ഇന്ന് കേട്ടത് ചാണ്ടി ഉമ്മനും ഇടഞ്ഞു തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. ഉമ്മൻചാണ്ടിയുടെ മകളായിട്ടുള്ള മറിയ ഉമ്മൻ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് വരുന്നു എന്നുള്ള ചില അഭ്യൂഹങ്ങൾ ഉയരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ചാണ്ടി ഉമ്മൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ മാറി നിൽക്കും. ഒരു കുടുംബത്തിൽ നിന്ന് രണ്ടുപേര് വരുന്നത് ഉമ്മൻചാണ്ടി അനുശാസിച്ചു വന്നിരുന്ന ഒരു ധാർമ്മികതയ്ക്കെതിരാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ രാജിവെക്കും എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അതും ഇവിടെ വരുമ്പോൾ, ഇങ്ങോട്ടേക്ക് വരുമ്പോൾ, ചെങ്ങന്നൂർ കാഞ്ഞിരപ്പള്ളി ഭാഗത്തോട്ട് വരുമ്പോൾ അവിടെ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും മറിയമ്മൻ എന്ന് പറയുന്ന ശരിയാണ്, ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ആളാണ്. അവർ ആ പന്താവിൽ തന്നെ തുടരുകയാണ് ഭേദം. പാർട്ടിയിലെ സ്വന്തം സഹോദരനെ വേദനിപ്പിച്ചുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് പോയത് പാർട്ടിയെ ക്ഷീണിപ്പിക്കാൻ ഉതകുന്ന ഒരു കാര്യമാണ്, നന്നാക്കാൻ ഉതകുന്ന ഒരു കാര്യമേ അല്ല. ചാണ്ടി ഉമ്മൻ ഇതിനോടകം തന്നെ നല്ല എന്നുള്ള നിലയിൽ കുറച്ച് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള, ഇനിയും സമയമുണ്ടല്ലോ അദ്ദേഹത്തിന്, എസ്റ്റാബ്ലിഷ് ചെയ്യാവുന്ന വ്യക്തിത്വമാണ്. അപ്പൊ ആങ്ങളയ്ക്ക് വേണ്ടി സ്വയം മാറി നിൽക്കേണ്ടത് ഒരു സഹോദര സ്നേഹം ആ കുടുംബത്തിൽ ഉണ്ടെന്ന് നാട്ടുകാരെ ബോധിപ്പിക്കാൻ ആവശ്യമാണ്. ഇപ്പൊ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും പോലെ അല്ലല്ലോ സജീവ രാഷ്ട്രീയത്തിൽ ഇവർ രണ്ടുപേരും നേരത്തെ ഇല്ല. ഉമ്മൻചാണ്ടിക്ക് ശേഷം അവിടെ പുതുപ്പള്ളി സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയത് ആരെയാണ്? ചാണ്ടി ഉമ്മൻ. അദ്ദേഹം ജയിച്ചു, അദ്ദേഹം ആ പാതയിലൂടെ തുടർന്നു പോകട്ടെ. അദ്ദേഹത്തിനെ ഒഴിവാക്കുന്ന ഒരു സാഹചര്യം സ്വന്തം കുടുംബത്തിൽ നിന്ന് മറിയമ്മൻ സൃഷ്ടിക്കാൻ പാടില്ല. മറിയമ്മന് ശരിയാണ്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്, വീട് വെച്ചു കൊടുത്തിട്ടുണ്ട്, അങ്ങനെ സഹായങ്ങൾ ഒരു മുസ്ലിം കുടുംബത്തിന് ചെയ്തതായിട്ട് പോയി. അങ്ങനെ ചെയ്യുന്ന എത്രയോ പേരും അവരെല്ലാം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വരികയാണ്. അങ്ങനെയാണെങ്കിൽ മദർ തെരേസ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് തീരേണ്ട ആളല്ലേ? അങ്ങനെയല്ലല്ലോ. അത് രണ്ട് ഭർത്താവുകളാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം നമ്മൾ അതിനെ കാണാൻ. കാഞ്ഞിരപ്പള്ളിയാണ് അവർക്ക് താല്പര്യം എന്ന് പറയുന്നു. അപ്പൊ ഇത് കോൺഗ്രസിനെ ക്ഷീണിപ്പിക്കാതെ ഇവർ രണ്ടിലാരെങ്കിലും, അവർ തമ്മിലൊരു പിണക്കമാണെന്ന് നമുക്ക് തോന്നരുത്. പത്മജയും അതുപോലെ തന്നെ കെ മുരളീധരൻ തമ്മിലുണ്ടായതുപോലെ കുടുംബത്തെ തന്റെ കാലനായിട്ടുണ്ടായിരിക്കുകയാണ് പത്മജ എന്ന് പറഞ്ഞു കെ മുരളീധരൻ സ്വന്തം സഹോദരിയെ പറ്റി. ഇങ്ങനെ പരസ്യമായിട്ട് പറയാമോ? എന്തൊരു വൃത്തികേടാണ് കാണിച്ച അന്ന് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും. അതുപോലെ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഉമ്മൻചാണ്ടിയുടെ കുടുംബം പോകുന്നത് കോൺഗ്രസ്സുകാരനല്ലാത്ത എന്നെ കൂടി വേദനിപ്പിക്കുന്ന കാര്യമാണ്. കാര്യം പറയാം, ആ കുടുംബത്തിന് നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്ന ആ നല്ല മനുഷ്യനോടുള്ള ആദരവ് ഇപ്പോഴും പുലർത്തുന്ന രാഷ്ട്രീയ ബന്ധങ്ങൾക്ക് അതീതമായിട്ട് അദ്ദേഹം എന്നോട് കാണിച്ച കാര്യം, സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രി എന്നുള്ള അകലം പാലിക്കാതെ എന്നോട് കാണിച്ച ആ ഒരു അടുപ്പം, അതൊക്കെ എന്നെ വളരെയധികം ഹഠാതാകർഷിക്കുന്ന ഘടകങ്ങളാണ്. അപ്പൊ ആ കുടുംബത്തിന് ഒരു വേദനയും ഉണ്ടാവരുതെന്ന് എന്നെ പോലെ എത്രയോ പേര്, എന്നേക്കാൾ ഉപകാരം ആ കുടുംബത്തിന് നേടിയിട്ടുള്ള ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ടാവുന്നു. അവരുടെ പ്രാർത്ഥനകളെ, അവരുടെ മനസ്സുകളെ വേദനിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യം. അങ്ങനെ കൺഫ്യൂഷൻ ഈ ലീഡർഷിപ്പ് ഉണ്ടാകാൻ പാടില്ല. ഈ ലീഡർഷിപ്പിനെ ഒന്നും കൊള്ളില്ലല്ലോ. അതാണ് ഇത്രമാത്രം ആശയക്കുഴപ്പം. എന്താ വി ഡി സതീശൻ വലിയ കാര്യം പറഞ്ഞത്? ലങ്കാപനം പുറപ്പെടുവിച്ച് 24 മണിക്കൂറിനാണ് ഞങ്ങൾ പാഴ്വാക്കായി മാറിയിരിക്കുകയാണ്. അയ്യേ, ഇയാണോ ലീഡർ? അത് 24 മണിക്കൂറിനാകും, 24 മണിക്കൂറിനാണ് ഞങ്ങൾ എവിടെ പ്രഖ്യാപിച്ചു? വാചകമടിയല്ല, ബോംബുകൾക്ക് നേരെ ഊരിപ്പിടിച്ച വടിവാളുകൾക്കിടയിലൂടെ നടന്ന ആളാണ് കെ സുധാകരൻ. പിണറായി വിജയൻ എന്താണെന്ന് കാണിച്ചു കൊടുക്കും. പിണറായി വിജയൻ വെറും ഭീരുവാണെന്ന് പറയാൻ നട്ടല് കാണിച്ച ആളാണ് കെ സുധാകരൻ. നിങ്ങൾക്ക് അതിനുള്ള നട്ടലുണ്ടോ? മന്ത്രി ഗണേഷ് കുമാർ കാണിച്ച താന്തോം നിങ്ങൾക്ക് കൊള്ളരുതായ്മകൾക്ക് അവരുടെ പാർട്ടിയിലെ അന്നത്തെ പ്രതിപക്ഷ നേതാക്കളായിരുന്ന വി എസ് അച്യുതാനന്ദനും പിണറായി വിജയനും പറഞ്ഞ് ഉമ്മൻചാണ്ടിയെ കൊണ്ട് രാജിവെപ്പിച്ച വാക്യങ്ങൾ അതേപടി ആവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? നിങ്ങളൊരു വൻ തോൽവിയാണ്. നിങ്ങൾ ഏതാനും പത്രക്കാരൊക്കെ നിങ്ങളെ വലിയ മാന്യനായിട്ട് കൊണ്ടു നടക്കുന്നത് എന്ത് കാരണം കൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങളൊരു വൻ തോൽവിയാണ് വാസ്തവത്തിൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ. രമേശ് ചെന്നിത്തല വൻ തോൽവിയാണെന്ന് പറഞ്ഞു, അയാൾ ഇതിനേക്കാൾ ഭേദമായിരുന്നു വാസ്തവത്തിൽ. പറഞ്ഞു പോവുകയാണ്, കോൺഗ്രസിന്റെ ഈ അവസ്ഥ കണ്ട് പറഞ്ഞു പോവാ. എനിക്ക് ഈ മനുഷ്യനോട് യാതൊരു വിരോധവും ഉള്ളതുകൊണ്ട് പറയുന്നതല്ല, യാതൊരു വിരോധവും അദ്ദേഹത്തിന് വ്യക്തിപരമായ ഒരു വിരോധവും ഉള്ളതുകൊണ്ട് പറയുന്നതല്ല. പക്ഷെ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു നല്ല, നമ്മളിപ്പോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരം കാണാനല്ലേ ആഗ്രഹിക്കുന്നത്? അല്ലാതെ ഇന്ത്യയും കോങ്കോയും തമ്മിലുള്ള മത്സരം കാണാനാണോ ആഗ്രഹിക്കുന്നത്? ആണോ? അതിലൊരു കാര്യമില്ല. കാരണം വളരെ ദുർബലമായിട്ടുള്ള കോങ്കോങ്ങുമായിട്ടുള്ള ക്രിക്കറ്റ് മത്സരത്തിന് ഇന്ത്യ പോലും ഇല്ലാത്ത കോങ്കോയെ തോൽപ്പിക്കാൻ ഈസിയാണ്. അതുപോലൊരു മത്സരമായി തീരരുതെന്ന് പിണറായി വിജയന് 3ാമതൊരു കൂടെ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ദുർബലമാക്കി വെക്കരുത് കോൺഗ്രസിനെ. വാചകമടിയിലല്ല, പ്രവൃത്തിയിലാണ്, തൻ്റെ ഇടത്തിലാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി സ്ഥിതി ചെയ്യുന്നത്. അത് നിങ്ങളുടെ ഗുരുവായിട്ടുള്ള എ കെ ആന്റണിയും പറയും, അതുപോലെ തന്നെ ഗുരുവല്ലാത്ത കെ കരുണാകരനും പറയും.
ഇനിയിപ്പോ ഇന്ന് പ്രഖ്യാപിക്കുന്നതാണ് പറയുന്നത്. ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇന്ന് വൈകുന്നേരത്തോട് കൂടിയിട്ട് പട്ടിക പുറത്തു വിടുമെന്നാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് അപ്പോഴൊരു പൂർണ്ണമായിട്ടുള്ള ഒരു പട്ടിക പുറത്തുവിടാൻ സാധിക്കും തോന്നുന്നില്ല. കാരണം പലയിടത്തും തീരുമാനമായിട്ടില്ല എന്നുള്ളത് കൊണ്ടല്ലേ. കേന്ദ്ര നേതൃത്വത്തിന് പോലും രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആ മനുഷ്യന് പോലും തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. മല്ലികാർജുൻ ഖാർഗെ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വെറും ഒരു നെല്ല് മാത്രമാണ്. അവിടെ സ്ട്രോങ് ആയിട്ട് ഒരു ലീഡർഷിപ്പ് ഉള്ള ഒരൊറ്റ മനുഷ്യനില്ലെന്ന് എന്ത് ചെയ്യണം ഒരു കുന്തവും അറിയില്ല. അത് അവരുടെ ഉപദേഷ്ടാവാണ് കെ.സി. വേണുഗോപാൽ. ഇവിടെ മുഖ്യമന്ത്രി കളിച്ച് നടക്കുകയാണ് അദ്ദേഹം. ഇവിടെ അദ്ദേഹത്തിന് തീരുമാനം എടുക്കാൻ കഴിവില്ല. കാരണം എന്താ, സുധാകരൻ എന്ന് പറയുന്ന വളരെ സ്ട്രോങ് ആണ്. ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ കണ്ണൂർ കൈവിട്ടു പോകും. കോൺഗ്രസിന് കേരളം കൈവിട്ടു പോകും. അതാ സംഭവിക്കുന്നത്. എന്തിനാ അങ്ങനെ സ്ഥിതിയിലേക്ക് കൊണ്ടുപോയത്? ആരാ കൊണ്ടുപോയത്? സുധാകരനല്ല, മറിച്ച് വി.ഡി. സതീശനാണ് ഇതിന്റെ കാരണഭൂതൻ. CPM-ന്റെ വിജയത്തിന്റെ കാരണഭൂതൻ എന്ന് പറയുന്നത് പിണറായി വിജയനാണ്, സംശയം. പക്ഷേ ഇവിടെ കോൺഗ്രസിന്റെ തോൽവിയുടെ കാരണഭൂതൻ എന്ന് പറയുന്നത് വി.ഡി. സതീശനാണ്. അതിന് ഉത്തരം പറയണം. തീർച്ചയായിട്ടും ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ് അദ്ദേഹം. ഈ അവസാന നിമിഷം കൊണ്ടുവന്നിട്ട് പഠിക്ക കൊണ്ടിട്ട് ഉടമടച്ചു, തന്നെത്താനെ കുടമെടുത്ത് പഠിക്കിട്ട് അടിച്ചു ഉടച്ചു നശിപ്പിച്ച് കളഞ്ഞത് ഈ ഒരു മനുഷ്യനാണ്. ഞാൻ ഉത്തരവാദിത്വം എടുക്കാം. നിലമ്പൂരിലെ വിജയം കണ്ടപ്പോൾ അയാൾ വല്ലാതെ അങ്ങ് കാലിളകിപ്പോയി. അതിന്റെ ഒരു ഫലം കൂടിയാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഇപ്പൊ ആദ്യ ദിവസം തന്നെ ഡേറ്റ് ഒക്കെ പ്രഖ്യാപിച്ചിട്ട് ആദ്യ ദിവസം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു വന്ന തലയെടുപ്പോടു കൂടി തന്നെ നിന്നിരുന്ന CPM-നെ സംബന്ധിച്ചാണെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിലും പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിൽ അത് ഉടലെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അറിയാനുള്ളത് കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ്. മറ്റുള്ളിടത്തൊക്കെ തന്നെ ഏകദേശം ഒരു രൂപം കിട്ടിക്കഴിഞ്ഞു എന്ന് തന്നെ വേണം പറയാം. ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലേക്ക് നമ്മുടെ നേതാക്കൾ ഈ പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് ജനങ്ങൾക്കിടയിലേക്ക് എന്ന് ഇറങ്ങുമെന്നുള്ള ആകാംക്ഷയാണ് ജനങ്ങൾക്കുള്ളത്. ഇനി അവിടേക്ക് ഇറങ്ങുമ്പോൾ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. പ്രശ്നം എന്താണെന്നറിയാം, ബാക്കി എല്ലാ പാർട്ടികളും ഫസ്റ്റ് ലിസ്റ്റെങ്കിലും പ്രസിദ്ധീകരിച്ചു. കോൺഗ്രസ് മാത്രം എങ്ങനെ ഇരിക്കുമ്പോൾ അതിനകത്ത് തമ്മിലടി നടക്കുമെന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കും. മനസ്സിലാക്കും. അത് തമ്മിലടി നടക്കുക തന്നെയാണ്, സംശയമൊന്നുമില്ല. അതെന്തിനാ ജനങ്ങളെ അറിയിക്കുന്നത്? അത് പരാജയത്തിലേക്കുള്ള ഒരു യാത്രയാണത്. അത് പരസ്യമായിട്ട് ഇങ്ങനെ വിളംബരം ചെയ്യിക്കരുത്. ഈ മൗനം ഒരു വിളംബരമാണ്. അവിടെയാണ് പ്രശ്നം. ഇവിടെ ഒരു സാധാരണ ഒരു വോട്ട് ചെയ്യുന്ന ഒരു പൗരൻ എന്ന നിലയിൽ നമുക്ക് അറിയേണ്ടത് എത്രത്തോളം ഒരു ശക്തനായിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങളുടെ കാര്യങ്ങൾ അത് എത്രത്തോളം പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാകും വരാൻ പോകുന്നത്. എന്തൊക്കെ ഇനി വരും വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് നൽകി അത് എങ്ങനെയൊക്കെ അത് ഭരണത്തിൽ കൊണ്ടുവരും എന്നുള്ള കാര്യങ്ങളാണ് ജനങ്ങൾക്ക് അറിയേണ്ടത്. അല്ലാതെ അതിനപ്പുറത്തേക്കുള്ള ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളൊന്നും സാധാരണക്കാർക്ക് അറിയേണ്ടതില്ല. തീർച്ചയായിട്ടും ഇതൊക്കെ നേതൃത്വം മനസ്സിലാക്കി വേഗത്തിൽ തന്നെ ഒരു പട്ടിക, അതിപ്പോ മുഴുവൻ സ്ഥാനാർത്ഥികളെ ആയിട്ടല്ലെങ്കിൽ കൂടിയും ഒരു തൽക്കാലം ഒരു ആശ്വാസത്തിനെങ്കിലും ഒരു സ്ഥാനാർത്ഥി പട്ടിക ഉടൻ പ്രഖ്യാപിക്കുമെന്ന് തന്നെ നമുക്ക് നോക്കാം. എന്തായാലും ആ പട്ടിക വന്നിട്ട് നമുക്ക് ഒന്നുകൂടി കാണാമല്ലോ സാർ. പ്രഖ്യാപിച്ചേ പറ്റുമല്ലോ. അതെ. ശരി, അതുവരയ്ക്കും നന്ദി, നമസ്കാരം. ഓക്കെ.